എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ബന്ധങ്ങൾ അത് പങ്കാളിയുമായുള്ളതാകട്ടെ, സുഹൃത്തുക്കളുമായുള്ളതാകട്ടെ, കുടുംബവുമായുള്ളതാകട്ടെ, എപ്പോഴും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഏറ്റവും സ്നേഹമുള്ള ബന്ധങ്ങളെ പോലും നശിപ്പിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഈ സ്വഭാവങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലുണ്ടെങ്കിൽ അത് തകർച്ചയുടെ സൂചനയാകാം. ഒന്നാമത്തെ കാര്യം വിമർശനം. നിങ്ങൾ പരാതി പറയുന്നതും ഒരാളെ വിമർശിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പരാതി ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചായിരിക്കും. ഉദാഹരണത്തിന്, ഇന്നലെ രാത്രി നിങ്ങൾ ഫുഡ് കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കാത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ വിമർശനം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ വ്യക്തിത്വത്തെ മൊത്തത്തിൽ ആക്രമിക്കുന്നതാണ്. അതിൻ്റെ ഉദാഹരണം ഇങ്ങനെയാണ്: നിങ്ങളൊരു മടിയനാണ്, നിങ്ങൾക്കൊരിക്കലും ഒന്നിനെക്കുറിച്ചും ശ്രദ്ധയില്ല. ഇതിൽ ഏത് രീതിയാണ് നിങ്ങൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് തിരിച്ചറിയണം. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ എപ്പോഴും ഒരിക്കലും തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് ലേബൽ ചെയ്യുമ്പോൾ അത് വിമർശനമായി മാറുന്നു. ഇത് പതിവാകുമ്പോൾ കേൾക്കുന്നയാൾ താൻ അംഗീകരിക്കപ്പെടുന്നില്ലെന്ന് ചിന്തിക്കുകയും അതിലൂടെ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വഭാവത്തെ വിമർശിക്കുക, വ്യക്തിയെ വിമർശിക്കാതിരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരെ പുച്ഛിക്കുക എന്നതാണ്. പുച്ഛം, പരിഹാസം, കളിയാക്കൽ, കണ്ണുരുട്ടൽ, മോശം ആംഗ്യങ്ങൾ, പേരുകൾ വിളിച്ച് ആക്ഷേപിക്കൽ എന്നിവയെല്ലാം കളിയാക്കുന്നതിൽ ഉൾപ്പെടും. ഈ സ്വഭാവം പങ്കാളിയോട് നിങ്ങൾക്ക് ബഹുമാനമില്ലെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിന്നേക്കാൾ മുകളിലാണ് എന്ന തോന്നൽ പങ്കാളിയിൽ ഉണ്ടായാൽ ബന്ധം തകരുന്നതിനും വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ പങ്കാളിയോട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നവരോട് ബഹുമാനത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം ഡിഫെൻസീവ്നെസ് ആണ്. വിമർശനം കേൾക്കുമ്പോൾ സ്വാഭാവികമായും വരുന്ന പ്രതികരണമാണിത്. എന്നാൽ എല്ലായ്പ്പോഴും ഒഴിവുകഴിവുകൾ പറയുകയോ അല്ലെങ്കിൽ തിരിച്ച് പങ്കാളിയെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് വലിയ പ്രശ്നമാണ്. പങ്കാളി ഒരു പരാതി പറയുമ്പോൾ അത് എൻ്റെ തെറ്റല്ല, നിങ്ങൾ കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന മനോഭാവം എടുക്കുന്നതാണ് ഡിഫെൻസീവ്നെസ്. ഇത് കുറ്റമേൽക്കുന്നതെന്ന് ഒഴിഞ്ഞു മാറാനും പങ്കാളിയുടെ ഇമോഷൻസിന് വില നൽകാത്ത അവസ്ഥയുമാണ്. നാലാമത്തെ കാര്യം ഒഴിഞ്ഞുമാറൽ എന്നതാണ്. വഴക്കുകൾ കൂടി വരുമ്പോൾ കേൾക്കുന്നയാൾ സംസാരത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുന്ന അവസ്ഥ. സംസാരം നിർത്തിക്കളയുക, മൗനം പാലിക്കുക, റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ സംസാരം കേൾക്കാത്ത മട്ടിൽ ഇരിക്കുക എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഒരാൾ വൈകാരികമായി സംസാരിക്കുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. ചിലപ്പോൾ വൈകാരികമായി തകർന്നിരിക്കുമ്പോൾ ഒരാൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നത് പ്രശ്നം പരിഹരിക്കാൻ പങ്കാളിക്ക് താല്പര്യമില്ല എന്ന ചിന്തയ്ക്ക് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ സംസാരത്തിൽ ഒരു ഇടവേള എടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഈ കാര്യം കുറച്ച് സമയം കഴിഞ്ഞ് സംസാരിക്കാമെന്ന് പങ്കാളിയോട് പറയുക. ഇത് പങ്കാളിയെ പറഞ്ഞു മനസ്സിലാക്കുക എന്നത് പ്രധാനമാണ്. രണ്ടുപേരും ഓക്കെ ആയതിനു ശേഷം പ്രശ്നം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. എല്ലാ ബന്ധങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകും. ഈ 4 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ ഇടയ്ക്കിടെ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ സമയമായി എന്ന് മനസ്സിലാക്കുക. അനാവശ്യ സംസാരങ്ങളും ഈഗോയും മാറ്റിവെച്ചാൽ ബന്ധം വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക.